എടാ എന്തിനാണ് ഇങ്ങനൊരു ടീം? മറ്റുള്ള ആരാധകർക്ക് പോലും ദുഷ്പേരുണ്ടാക്കി കൊടുക്കാനായിട്ട്, അവരെ നാണം കെടുത്താനായിട്ടുള്ള ഒരു ടീം. കഴിഞ്ഞ കളിയൊക്കെ കണ്ടില്ലേ? ഇപ്പോഴുള്ള എല്ലാ 3 കളിയിലും പൊട്ടി. എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നൊരു ടീം. അതല്ലെങ്കിലും ബ്ലാസ്റ്റേഴ്സ് അങ്ങനെയാണ്. ആദ്യമൊക്കെ ഒരുപാട് പ്രതീക്ഷ നൽകും, പിന്നീട് നിന്നാണ്ട് ഊഞ്ചിക്കും. ഇതെല്ലാ വർഷവും കണ്ടുവരുന്ന ഒരു സംഭവം തന്നെയാണ്. ഒരു നാടകം പോലെ എന്നൊക്കെ പറയാം. ആദ്യമെല്ലാം വലിയ പ്രതീക്ഷയായിരിക്കും, പിന്നീട് അതൊക്കെ കണ്ട് കൈവിട്ട് പോകും. സ്വന്തം ആരാധകരെ പോലും കണ്ട് കൈവിട്ട് പോകുന്ന ഒരു നിമിഷത്തിലേക്ക് പോകും. ഇപ്പം അത് ആരാധകർ പോലും തിരിച്ചടിച്ചു തുടങ്ങി. എന്തിനു പറയണം, അടുത്ത കളി ഗോവക്കെതിരെയാണ്. ഏതായാലും അങ്ങ് ചെന്ന് കയറി കൊടുക്കും. അവന്മാരുടെ അടുത്ത് ഭിത്തിയിൽ എത്തുന്നവരെ ഉണ്ടാവും. ശരിയാണ്, ഞങ്ങൾ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. കുറേ പ്രതീക്ഷകളും തുടങ്ങിയിട്ടായിരിക്കും ഒരു സീസൺ ആരംഭിക്കുന്നത്. പിന്നെ അതൊക്കെ ഇല്ലാതാവും. ഇന്ന് ഞങ്ങൾക്ക് സ്വന്തം ഫാൻസിൻ്റെ അടുക്കൽ നിന്ന് പോലും തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട്. ശരിയാണ്, അവരെ കുറ്റം പറയാനും പറ്റൂല. പക്ഷെ നിങ്ങളൊക്കെ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഒരിക്കലും ബ്ലാസ്റ്റേഴ്സ് വേണ്ട, തകർന്നടിഞ്ഞൊരു ടീം, ആരാധകർ പോലും ഇനി ഇങ്ങനെ ഒരു ക്ലബ്ബ് വേണ്ട എന്ന് പറഞ്ഞിരുന്നൊരു കാലഘട്ടം. അവിടെ നിന്നും ഈ നിൽക്കുന്ന നിലയിലേക്ക് ഞങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു മനുഷ്യനുണ്ട്. അയാളെടുക്കുന്ന പല തീരുമാനങ്ങളും ചിലപ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരലുണ്ട്. അയാളിൽ ആ ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് കൈവിട്ടിട്ടില്ല. യെസ്, ദ വൺ ആൻഡ് ഓൺലി മാൻ, ഇവാൻ ബുക്കോ മനോവിച്ച്. കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ കൊച്ചിയിൽ മറ്റൊരു മത്സരത്തിന് കൂടെ ഇറങ്ങുകയാണ്. FC ഗോവയാണ് എതിരാളികൾ, ശക്തരായിട്ടുള്ള FC ഗോവ. ഈ ശക്തർ എന്ന് പറയുന്ന വാക്ക് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. കാരണം കഴിഞ്ഞ 2 മത്സരത്തിലും FC ഗോവയും പരാജയപ്പെട്ടവർ തന്നെയാണ്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് FC ഗോവ മത്സരത്തിലെ ഒരു പ്രീ ടോക്കിംഗ്, അതുപോലെ തന്നെ എൻ്റെ പ്രഡിക്ഷൻ ആയിട്ടുള്ള ഒരു 11 കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇരു ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ടീമുകൾ തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സ് 3 കളിയിൽ പരാജയപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ FC ഗോവ 2 കളിയിലും പരാജയപ്പെട്ടിട്ടുണ്ട്. ഗോവയുടെ ആ ഒരു സ്ഥാനത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 4ാം സ്ഥാനത്താണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയായിട്ട് തോൽക്കാതെ ഒരു അൺബീറ്റൻ റണ്ണ് കൊണ്ടുവന്നിരുന്ന FC ഗോവ എന്ന് പറയുന്ന ടീമെ മനോലിസ് മാർക്കസിൻ്റെ കീഴിൽ ഈ 2 മത്സരം കൂടെ തോറ്റിരിക്കുകയാണ്. നേരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ 5ാം സ്ഥാനത്ത് തുടരുന്നു. കഴിഞ്ഞ 3 മത്സരങ്ങളും വിജയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇനി വിരലിൽ എണ്ണാവുന്ന മത്സരങ്ങൾ മാത്രമാണ് ലീഗിൽ അവശേഷിച്ചിരിക്കുന്നത്. പുറകിലുള്ള ഈസ്റ്റ് ബംഗാൾ ആവട്ടെ, ജംഷഡ്പൂർ ആവട്ടെ, അതുപോലുള്ള ടീമുകളാവട്ടെ നല്ല രീതിയിൽ ഒരു ബിൽഡപ്പ് കൊണ്ടുവന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥാനം നമുക്ക് കയറ്റുക എന്നുള്ളത് നിർബന്ധമാണ്. അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാസ്തവം എന്താണെന്ന് വെച്ചാൽ ഈ മത്സരം വിജയിക്കുക എന്നുള്ളതാണ്. ഇത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മത്സരത്തിന് മുമ്പായിട്ടുള്ള കോൺഫറൻസിൽ FC ഗോവയുടെ കോച്ചായിട്ടുള്ള മനോലോ മാർക്കസ് പറഞ്ഞിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ടീം വമ്പൻ ശക്തർ തന്നെയാണ്. പിന്നീട് ഞങ്ങൾക്ക് കളിക്കാനിരിക്കുന്നത് കൊച്ചിയിലാണ്, ഒരു ശക്തമായിട്ടുള്ള ഫാൻസും അവർക്കുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയപ്പെടേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ 1ാം ഭാഗം, അതായത് ഫസ്റ്റ് ലെഗ് മത്സരത്തെക്കുറിച്ച് ഞാൻ അല്ലാതെ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല. ബ്ലാസ്റ്റേഴ്സ് നല്ല ശോക മത്സരം തന്നെയായിരുന്നു അന്ന് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഇരു ടീമുകളുടെ അടുത്തേക്ക് നോക്കുകയാണെങ്കിലും അവർക്ക് 2 ടീമുകളുടെ അടുത്തും പരിക്കുണ്ട്. ബ്ലാസ്റ്റേഴ്സിനാണ് കൂടുതൽ പരിക്ക് എന്ന് മാത്രം. ജിങ്കൻ എന്ന് പറയുന്ന FC ഗോവയുടെ ഡിഫൻഡറായിട്ടുള്ള ആ ഒരു താരം, ഈ ഒരു താരത്തിൻ്റെ അഭാവം നല്ല രീതിയിൽ ആ ഒരു ഡിഫൻസ് നിലയിൽ നമുക്ക് FC ഗോവയുടെ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ അഡ്രിയാൻ ലൂണയും. ഞാൻ ഓവറായിട്ട് പറയുന്നില്ല, കാരണം അതെല്ലാവർക്കും അറിയാവുന്ന ഒരു താരം തന്നെയാണ്. ഇനി ഞാൻ അവസാനമായിട്ടൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ഈ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ബെറ്റർ സമയത്ത് കൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ബ്ലാസ്റ്റേഴ്സിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ജെന്യൂനായിട്ടുള്ള ഫാൻസാണെന്ന് പറയാം. കാരണം അജാതി ഒരു ടൈമിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇരു ടീമുകളുടെയും ആ ഒരു സ്ക്വാഡ് അനലൈസിലേക്ക് വരാം, അതായത് എൻ്റെ ഒരു പ്രഡിക്ഷൻ ലെവലിലേക്ക് വരാം. ഫസ്റ്റ് വൺ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡ് നമുക്ക് ഇടാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ സച്ചിൻ സുരേഷിന് പരിക്ക് പറ്റി, സീസൺ എന്തായാലും ഔട്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിഷ്ടമുള്ള ഒരു സ്കോഡാണ് പറയുന്നത്. നിങ്ങളുടെ ഒരു പ്രഡിക്ഷൻ സ്കോറും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. കരഞ്ജിത്തിനാണ് ഗോളിയായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ 4 ഡിഫൻസിലേക്ക് വരുമ്പോൾ നമ്മുടെ ലെസ്കോവിച്ചും അവിടെ ഉണ്ടാവില്ല. അത് നമുക്കൊരു തിരിച്ചടി തന്നെയാണ്. അവിടെ തന്നെ മിലോസും ഹോർമിപ്പാമും ആണ് ഞാൻ എൻ്റെ ഒരു ഓപ്ഷനായിട്ട് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ 2 സൈഡിലേക്ക് വരുമ്പോൾ നവോച്ച സിംഗ്, സന്ദീപ് സിംഗ്. ഇവിടെ എന്തുകൊണ്ട് പ്രീതം കോട്ടാലിനെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ
ഹോർമിപ്പാമിനെ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഹോർമിപ്പാമിനെ ഈ ഒരു ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ പ്രീതത്തെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റർ ബാക്കായിട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു കാര്യത്തിലാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. നേരെ ഡിഫൻസ് മിഡ്ഫീൽഡ് ലെവലിലേക്ക് പോകുമ്പോൾ ഐമന്, ഡാനിഷ്, ജിക്സൺ, അതുപോലെ സക്കായ്. ഡാനിഷിൻ്റെ കാര്യം എനിക്കും ഒരുപാട് സംശയമുണ്ട്. ബട്ട് സ്റ്റിൽ അദ്ദേഹം തന്നെ ആയിരിക്കും ഇറങ്ങുമെന്നുള്ളത് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ കൊടുക്കുകയാണ്. ഇനി നമുക്ക് സെൻട്രൽ ഫോർവേഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഫെഡോറും ദിമിത്രിയോസ് ദിമന്തോപൗസുമാണ്. ഫെഡോറിനെ നമുക്കറിയാം സെക്കൻഡ് സ്ട്രൈക്കർ റോളിൽ ഇട്ടിട്ടും ആകെ മൂഞ്ചിയ മട്ടാണ് ഇപ്പോൾ കളിയിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഞാൻ എന്തായാലും ഫസ്റ്റ് 11 കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു ഓപ്ഷൻ മാനിച്ചിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഒരു തീരുമാനങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട് എന്താണെന്ന് ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി FC ഗോവയുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ അവർക്ക് നല്ലൊരു ടീം തന്നെ അവരുടെ വക്കിലും ഇപ്പോൾ ഉണ്ട്. അവരുടെ ആ ഒരു 2 താരങ്ങളുടെ പരിക്ക് നല്ല രീതിയിൽ അലട്ടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഗോൾ കീപ്പറായിട്ട് ഹർഷദീപ് സിംഗ്, അതുപോലെ തന്നെ ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോൾ ജയ് ഗുപ്ത പറയേണ്ട കാര്യമില്ല, ഒഡെയോൻ ഇന്ത്യ, നീം ദോർജെ, സെറിട്ടൻ ഫെർണാണ്ടസ്, ഈ 4 താരങ്ങളായിരിക്കും അവരുടെ ഡിഫൻസ് ലൈനിലുണ്ടാവുക. ഇതിൽ ഞാൻ ജയ് ഗുപ്തനെ പറ്റിയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് അൺബീറ്റൻ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഈ ഒരു മത്സരം, അതായത് ഈ ഒരു സീസൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു എമർജൻസി പ്ലെയറിന് വരെ സാധ്യതയുണ്ട്. ഇനി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ കാൾ മക്യു, അതുപോലെ തന്നെ അവരുടെ മറ്റൊരു ഇന്ത്യൻ താരമായിട്ടുള്ള ആയുഷ് ഛേത്രി എന്ന് പറയുന്ന കളിക്കാരനും കൂടി ഉണ്ടാവും. ഇനി അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ ബോറ എരേര, അതുപോലെ ബോറിസ് സിംഗ്, ബ്രാൻഡൻ ഫെർണാണ്ടസ്, ഈ 3 താരങ്ങളും ഉണ്ടാവും. ഇനി അവരുടെ മെയിൻ സ്ട്രൈക്കറായിട്ടുള്ളത് കാർലോസ് മാർട്ടിനസ് തന്നെ ആയിരിക്കും. സോ 2 ടീമുകളെ പറ്റി പറയുമ്പോഴും 2 പേർക്കും, അതായത് 2 ടീമിനും ഒരുപാട് നേടിയെടുക്കാനായിട്ടുണ്ട്. മത്സരം വിജയിച്ചേ തീരൂ 2 ടീമിനും. അതുകൊണ്ട് തന്നെ ഒരു വമ്പൻ മത്സരം തന്നെ കൊച്ചിയിൽ കാണാൻ സാധിക്കട്ടെ എന്ന്